ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നതെന്നാണ്. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞൊരു പോയറ്റിക് ഫോം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കറിയാം നമ്മുടെ ഡ്യൂക്ക് ഭയങ്കര ഈഗോയാണ്, അറങ്കൻ്റെ ആണ്. അപ്പോൾ ഒരു ഡ്യൂക്കിൻ്റെ വൈഫാണ് ഈ ഡച്ചസ്. അപ്പോൾ ഈ ഒരു ഡച്ചസ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഡച്ചസ് ഹാഡ് ദ ഹാബിറ്റ് ഓഫ് സ്മൈലിംഗ് അറ്റ് ഓൾ. അപ്പോൾ ഈ ഒരു ഡച്ചസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യത്തിനെ പോലും ഭയങ്കര താങ്ക്ഫുള്ളായിട്ട് സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഡ്യൂക്കിനത് ഇഷ്ടമല്ല. ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോയും അറഗൻ്റൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഡ്യൂക്ക് എന്ത് ചെയ്തൊരു ഓർഡർ ഇട്ട് ഡച്ചസിനെ കൊന്നു കളയാൻ. അപ്പോൾ അതാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഡച്ചസ് ഹാഡ് ദ ഹാബിറ്റ് ഓഫ് സ്മൈലിംഗ് അറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഈവൻ ഫോർ സ്മോൾ തിങ്സ് ആൻഡ് ഡ്യൂക്ക് ഡിഡ് നോട്ട് ലൈക്ക്. അപ്പോൾ ഡ്യൂക്കിനത് ഇഷ്ടമല്ല. അപ്പോൾ അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ലവർ ഇൻ ദ ഡോണറ്റ്സ് പോയം ഫോർബിഡ് മോറിംഗ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ലവറിൻ്റെ അടുത്ത് പോയം ഒരിക്കലും കരയരുതെന്ന് പറയാനുള്ള കാരണം. ഇതിൻ്റെ ആൻസറായിട്ട് എന്താണ് വരുന്നത് വെച്ചാൽ ഈ ഒരു പോയറ്റും ലവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്പിരിച്വലാണ്. അപ്പോൾ ഒരു കോമൺ മാൻ ഒരു റിലേഷൻ പോലെയല്ല, ഫിസിക്കലി ഉള്ള റിലേഷൻ അല്ല, ഒരു സ്പിരിച്വൽ റിലേഷനാണ്. അപ്പോൾ അവർ കോമൺ മാനാണ് ഈ ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഇരുന്നൊക്കെ അറിയുക. അപ്പോൾ ഇവരെ കുറച്ച് സ്പിരിച്വൽ റിലേഷനാണ്. അപ്പോൾ ഒരിക്കലും ഫിസിക്കലി അല്ല. അപ്പോൾ അത് ആ ഒരു ഇത് കാരണം ആണ് പോയറ്റ് കരയരുതെന്ന് പറയുന്നത് ലവറിൻ്റെ അടുത്ത്. ദ ഓർഡിനറി പീപ്പിൾ ഓൺ ദ എർത്ത് ദാറ്റ് എക്സ്പ്രസ് ദെയർ ലവ് ഇൻ ബൈ ക്രൈങ് ആൻഡ് ഷെഡിങ്, ബട്ട് their relationship is not like that. In the case of them, the relationship is spiritual. അപ്പോൾ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ബിൽഡർ റെയിൻഡർ മറിയ റൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി പോയം. അതായത് ഈ ഒരു പോയറ്റിന്റെ അവസാനം, ഈ ഒരു പോയത്തിന്റെ അവസാനം പോയറ്റിനെ വിഷമിപ്പിക്കേണ്ടത് എന്താണെന്നാണ് പറയുന്നത് ചോദ്യം. അപ്പോൾ അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് അൺസർട്ടൈൻ ഫ്യൂച്ചർ ദാറ്റ് ലൈസ് ബിഫോർ ഹിം. അതായത് ആ ഒരു ലൈഫിൽ ഇരിക്കുന്ന ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഫ്യൂച്ചറാണ് അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്നത്. അതായത് ലൈഫിൽ ഒരുപാട് റിയാലിറ്റീസ് ഒക്കെ അദ്ദേഹം ഫേസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റീസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ടു നൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു പോയത്തിനാണ്. അപ്പോൾ ഡിസ്ക്രൈബ് ദ നൈറ്റ് ഇൻ ദ പോയം. അപ്പോൾ ഈ ഒരു പോയത്തിൽ നൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ബ്ലൂ വിത്ത് ബ്ലൂ സ്റ്റാർസ്. അപ്പോൾ ഈ നൈറ്റ് ഡാർക്ക് ആവാൻ കാരണം എന്താണ്? ഹിസ് ബിലവേർഡ് ഹാസ് ഗോൺ അവേ ആൻഡ് ഷീ മേ ബി ഇൻ ദ ആംസ് ഓഫ് ഹെർ ന്യൂ ലെവൽ. അപ്പോൾ ബിലവേർഡ് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് പോയി. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റിന് ഡാർക്ക് കൂടുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രൽ ഇമേജ് ഓഫ് മദർ ടു സൺ. അപ്പോൾ നമുക്കറിയാം മദർ ടു സൺ എന്ന് പറയുന്ന ഒരു പോയത്തിൽ നമുക്കറിയാം മദർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അതേപോലെ ലവിങ് മദറിനെ നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ പറയുന്നത് മെയിനായിട്ട് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്ലാക്സ് ഇൻ അമേരിക്ക, അവരുടെ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതാണ് സെൻട്രൽ ഇമേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ സെറ്റ് ഓഫ് സ്റ്റൈലാണ്, ദാറ്റ് ഈസ് നോട്ട് ന്യൂ. ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ളല്ലേ, അപ്പോൾ ഒരു ഡാർക്കറാണ്. ചിലപ്പോൾ ഒരു അപ്പും ഡൗണും ഒക്കെ ലൈഫിലുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ ഇതിൽ പറയുന്നത് വെച്ചാൽ മദറിനെ സംബന്ധിച്ച് ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു സ്മൂത്ത് ആയിരുന്നില്ല, ഒരു റെഡ് കാർപ്പറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ലൈഫിൽ. അപ്പോൾ അത്രയും ഒരു സ്മൂത്ത് അല്ലാത്തൊരു സ്റ്റോൺസ് ഒക്കെ ഉള്ളൊരു വഴി കൂടിയാണ് അമ്മ നടന്നു വന്നത്. അപ്പോൾ അതേപോലെ തന്നെ മകൻ്റെ ലൈഫിലും സണ്ണിൻ്റെ ലൈഫിലും അതേപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു നമുക്കൊരു പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ മദർ സണ്ണിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത് വെച്ചാൽ ഐറണിയാണ്. ഇത് സ്റ്റോം മാൻസൺ ബിൽഡിംഗ് എ ഹൗസ്. ഈ ഒരു ഇതിലുള്ള ഐറണിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന ഐറണി പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ. അത് ആ ഒരു വീഡിയോ കാണാത്തവർ കാണാൻ ശ്രമിക്കുക, കാരണം അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ ഒരു ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി ആ ഒരു ചാപ്റ്റർ ഇതേപോലെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ഹൗ ആർ ദ സ്റ്റോൺ മാൻസ് റൊമാൻറ്റിസൈസ് ഇൻ ദ പോയം മൈ ഫാദർ ആൻഡ് മീ. അപ്പോൾ ആ ഒരു റൊമാൻറ്റിസൈസ് ആണ് ഒരു കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോണിൽ നിന്ന് നമ്മൾ സ്റ്റോണിന് ഡ്രീം കാണിക്കാൻ പറയുന്നത് സ്റ്റോൺസ് ഡ്രീം ആൻഡ് ദേ ക്രിയേറ്റ് ഫ്ലവർ ഔട്ട് ഓഫ് സ്റ്റോൺസ്. ആ കാര്യങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താ വെച്ചാൽ സ്റ്റോൺ മാൻസൺസ് ആർ എക്സ്ട്രീംലി പുവർ ആൻഡ് live in a small tournaments. They live in a nomadic life and hardly collect enough money for sole stone house. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പുവർ ലൈഫ് സ്റ്റൈൽ ഇതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ യഹൂദ മിസ്റ്ററി ഇൻഡിക്കേറ്റ് ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ പാസേജ് ഓഫ് ടൈമിനെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വരുന്നത്? ബൈ സേയിങ് ദ ബോത്ത് ബാക്ക്വേർഡ് ആൻഡ് ഫ്രണ്ട്വേർഡ് ഇറ്റ് ഈസ് ഫീലിംഗ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഫീലിംഗ് ലൈക്ക് സ്പ്രിംഗ് ബട്ട് ദ എക്സ്റ്റേണൽ ലൈക്ക് ദ സീസൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്തത് ദ റിവർ എന്ന് പറയുന്നതിൽ സെൻട്രൽ ഇമേജ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ സെൻട്രൽ ഇമേജ്. അപ്പോൾ ഇതിൽ സെൻട്രൽ റിവർ ഇതിൽ ഇമേജ് ആയിട്ട് വന്നത് ഡോഗ് ടുവേഴ്സ് ദ ബോയ്, ദ പോയറ്റ് മീൻസ് ദ ഇമേജസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ബേസിക് ഇക്മിയുടെ ഒരു ഇതാണ് വരുന്നത്. നമുക്കറിയാം ഹോം വേർഡ് എന്നുള്ള ഒരു പോയട്രിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഫ്യൂച്ചർ ആൻസൈറ്റീസ് ആണ്. നമുക്കറിയാം നമ്മുടെ ബേസിക്, അതായത് കുറേ ആൻസൈറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ വളർന്ന സ്ഥലമൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് കുട്ടികളെ എന്ത് പഠിപ്പിക്കും, അതാണ് ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. അത് മദർ എവിടെ ജനിച്ചു, ആ ഒരു മദറിന് അത്രയും അധികം എനർജി കൊടുത്ത ഒരു ഷേപ്പ്, അവളെ അത്രയും ഷേപ്പാക്കിയിട്ടുള്ള ഒരു എർത്ത്, അത്രയും ഷേപ്പാക്കിയിട്ടുള്ള ഒരു ബർത്തിന്റെ ഒരു സ്ഥലത്തെ കുറിച്ചിട്ടൊക്കെ എന്ത് കുട്ടികളുടെ അടുത്ത് പറയും. അപ്പൊ അതൊക്കെയാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. വിൽ ഷീ ടെൽ ദം ഓഫ് ദ പ്ലേസ് ദാറ്റ് ഗേവ് ഹെർ ബർത്ത്, ദ എർത്ത് ദാറ്റ് ഷേപ്ഡ് ഹെർ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതെന്താ, വാട്ട് ഈസ് ഓഡ്? അപ്പോൾ ഓഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻ ഓഡ് ഈസ് എ പോയം, ലിറിക് പോയം, ടിപ്പിക്കലി വൺ ഓൺ ദ ഫോം ഓഫ് അഡ്രസ് ടു പെർട്ടിക്കുലർ സബ്ജക്ട് ഓർ ഐഡിയ. ദർ ഈസ് എ ട്യൂൺ ഓഫ് റെസ്പെക്ട്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.